ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാട്ടോ. അവിടെ മഴയുണ്ടോ? പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണേ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണേ. കാരണം എന്താ പറയുക, ഇപ്പോൾ ഈ പുഴകളിലും ഒക്കെ അടുത്തടുത്തുള്ള കുട്ടികളൊക്കെ വളരെ എനിക്ക് ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിന്ന് 2 ബ്രൈഡാണുള്ളത്. ഒരാൾ ഹിമ, നമ്മുടെ പാടൂരാണ് വീട്. ആളുടെ കല്യാണം വരുന്നത് ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് ആൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മളൊരു 12:30 ആകുമ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നെനിക്ക് ലെൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് തന്നെ പറയാറുണ്ട്, ചേച്ചി എനിക്ക് ലെൻസ് വെക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുമോ, ഞാൻ ആദ്യമായിട്ടാണ് വെക്കേണ്ടത്, കണ്ണിൽ നിന്ന് വെള്ളം വരുമോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ക്വാളിറ്റിയുള്ള ലെൻസാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വെക്കുമ്പോൾ എന്തായാലും നമ്മുടെ കണ്ണിലൊരു സംഭവം വെക്കുമ്പോൾ കുറച്ച് നേരം വെള്ളം വരികയും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് സെക്കൻഡിനുള്ളിൽ അത് എന്ത് ചെയ്യും, മാറും. അത് മാറാതെ അത്രയും നല്ല ഇറിറ്റേഷൻ ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇതല്ല ഇവിടെ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഈ 6ലും 7ലും 8ലും പഠിക്കുന്ന കുട്ടികളില്ലേ, ചേച്ചി എനിക്ക് ലെൻസ് വെച്ച് തരുമോ ചോദിച്ചിട്ട് വരാറുണ്ട്. കാരണം ഇപ്പോൾ ഈ പൂരത്തിനും വേലയ്ക്കൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ഇത് വെക്കുക എന്ന് പറയുന്ന ഒരു ശീലമായിരിക്കണോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിലപ്പോൾ ഈ കിട്ടുന്ന കടകളിലൊക്കെ 60-70 രൂപയുടെ ലെൻസ് കൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഞാൻ സാധാരണ അങ്ങനെ വെച്ച് കൊടുക്കില്ല കേട്ടോ. കാരണം ഞാൻ പറയും, നിങ്ങളിപ്പോൾ ലെൻസ് വെക്കണ്ട, ഇത് ക്വാളിറ്റി ഇല്ലാത്ത ലെൻസാണെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അങ്ങനെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റിയുടെ ലെൻസ് വാങ്ങുക. അതല്ലെങ്കിൽ അത് വെക്കാതിരിക്കുക തന്നെയാണ് ഗുണം. നമ്മുടെ ഹിമയ്ക്ക് എന്താ പറയുക, നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ ഫോൾസും കുരുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്താണ് അവൾക്ക് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി കോൺഫിഡൻസ് വളരെ കുറവുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 ദിവസം മുന്നേ അവൾ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്ത് ആ ഫോൾസിൻ്റെ കുരുക്കളുടെ അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ സാധാരണ നമ്മളങ്ങനെ ട്രയലൊന്നും നോക്കാറില്ല, പക്ഷേ എത്രയും നമ്മൾ കോൺഫിഡൻസ് കുറവുള്ള കുട്ടികൾ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് ഹാപ്പി ആക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ ലുക്കാണ്, ലോങ് ഹെയർ ആണ് ഹിമയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ തന്നെ പൂവൊക്കെ വെച്ച് കൊടുത്തു. നല്ല ഭംഗിയിലാണ് എനിക്ക് അവളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയത് രാവിലത്തെ. അപ്പോൾ നമ്മൾ ഒരു മാല ഇടണം എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ആളുടെ അമ്മയുടെ ആഗ്രഹം എല്ലാ ഗോൾഡും ഇടണമെന്ന് ഇങ്ങനെ ഇട്ടിട്ട് കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മുടെ ഭംഗിയെ ഒന്നും നോക്കാൻ പാടില്ല. നമ്മുടെ ആഗ്രഹമാണ്. കാരണം നോറ്റ് ഒരു മോളുടെ കല്യാണമാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് എല്ലാ ഗോൾഡും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഗോൾഡും സെറ്റ് ചെയ്തപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഗോൾഡും സെറ്റ് ചെയ്തപ്പോൾ തന്നെ ആളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സാരി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് സെക്കൻഡ് സാരിക്ക് ഗോൾഡൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് ഗോൾഡ് ഇടാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഗോൾഡൊക്കെ ഇട്ടു. നല്ല ഭംഗിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് നമ്മൾ ഹിമയെ ഒരുക്കിയിട്ടോ. ആളും ഭയങ്കര ഹാപ്പിയാണ്, ആളിനോട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ഓൾറെഡി ആളുടെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത കാരണം കൊണ്ട് ആൾക്ക് ആ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ സെക്കൻഡ് ബ്രൈഡ് കീർത്തന, പഴമ്പാലക്കൂടാണ് വീട് കേട്ടോ. ഒരു 4:45 ആകുമ്പോൾ ഞാൻ അവിടെ എത്തി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. ഇന്നലെ ആയിരുന്നു നമ്മുടെ കീർത്തനയുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ മേക്കപ്പ് ഇന്നലെ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ചേച്ചി എനിക്ക് പേടിയാണ്, ഞാൻ മേക്കപ്പ് അങ്ങനെ ചെയ്യാത്ത കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് അധികമാവുമോ എന്ന് ചോദിച്ചിരുന്ന കുട്ടിയായിരുന്നു നമ്മുടെ കീർത്തന കേട്ടോ. അപ്പം ഞാനത് ഇന്ന് വരുമ്പോൾ എന്ത് വിചാരിച്ചു എന്നറിയോ, ഈശ്വര ഇനിയിപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും കീർത്തനനെ, അവൾക്ക് അത്രയും ടെൻഷനാണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴെന്താ, കീർത്തനയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നാൽ എനിക്കാണ് ടെൻഷൻ, കീർത്തനയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഓൾറെഡി ആൾ ഇന്നലെ മേക്കപ്പ് ചെയ്ത കാരണം കൊണ്ട് ആൾക്ക് മേക്കപ്പിനെ കുറിച്ചൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മുടെ കീർത്തനയ്ക്ക് നമ്മൾ ആളുടെ അതേ ഫേസിനോട് ചേർന്ന മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആളുടെ ഫ്ലേവർ കെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇപ്പോൾ കുറേ പേര് ജിപ്സം ബോർഡ് നമുക്ക് കെട്ടിത്തരാറില്ല. എപ്പോഴും നമുക്കൊരു പാക്കറ്റ് 300 രൂപ അങ്ങനെയല്ലേ തരാറ്. പക്ഷേ ഇവിടെ ഈ കുട്ടി ഏൽപ്പിച്ച കടയിൽ അവർ നമ്മുടെ ജിപ്സം ബോർഡും തെച്ചിയും കൂടി കെട്ടി ഒരു മുളങ്ങനെ നമ്മൾ വേണിക്ക് കെട്ടില്ലേ അതുപോലെ കെട്ടി തന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര എളുപ്പമായി. കാരണം എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, നമുക്ക് എളുപ്പമാണ് ഈ പുലർച്ചയ്ക്കൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ കെട്ടിത്തരിക എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു സഹായമാണ്. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിലും നമുക്കതൊരു എളുപ്പമാണ്. അത് കാരണം കൊണ്ട് എനിക്ക് അവളെ നന്നായിട്ട് എനിക്ക് ഒരുക്കാൻ പറ്റി. ഹെയർ സ്റ്റൈലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, പൂവൊക്കെ വെച്ച് ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഓൺ വോയിസ് പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കത് ഹാപ്പിയാണ് കേട്ടോ. കീർത്തനെ ഹാപ്പിയാണ്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഹിമയുടെ സെക്കൻഡ് സാരിയിലേക്കാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ വീഡിയോ ക്ലാരിറ്റി വളരെ കുറവാണ്. അതായത് ആ ഓഡിറ്റോറിയത്തെ റൂമേ വളരെ ക്ലാരിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെർമെയ്ഡാണ് സാരി സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഗോൾഡ് ഫുള്ള് ഇട്ട കാരണം കൊണ്ട് എനിക്ക് ആ ഫ്രണ്ടിലത്തെ ആ ഭംഗി നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെയും ഗോൾഡ് ഇടണം എന്നുള്ള ഓപ്ഷൻ ഉള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഗോൾഡ് ഫുള്ള് സെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ മെർമെയ്ഡ് സാരി സെറ്റിങ്ങൊക്കെ ആകുമ്പോൾ അതിനോട് ചേർന്ന് ഒരു മാലയൊക്കെ ആകുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.